ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുന്നത് ജാവ SE ഡൗൺലോഡ് ആണ്. ജാവ JDK ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ടാമത്തെ വെബ്സൈറ്റിൽ ജാവ ഡൗൺലോഡ് എന്നുള്ള ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ കുറച്ച് താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം JDK 21, JDK 17 എന്ന് കാണാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് JDK 21 ആണ്. അപ്പോൾ അത് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ആ ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾറെഡി അവിടെ അത് സെലക്റ്റഡ് ആണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണാം നിങ്ങൾക്ക് ലിനക്സ്, മാക് OS, വിൻഡോസ് 3 ടാബുകൾ കാണാം. അതിൽ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിനനുസരിച്ചുള്ള ജാവ ഡെവലപ്മെന്റ് കിറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ചിലരുടെ ലിനക്സ് ആയിരിക്കും, ചിലരുടെ മാക് OS ആയിരിക്കും, ചിലരുടെ വിൻഡോസ് ആയിരിക്കും. എൻ്റെ ഇവിടെ വിൻഡോസ് ആണ്. അപ്പോൾ ഞാൻ വിൻഡോസിനുള്ളതാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ലൈനിലായിട്ട് നിങ്ങൾക്ക് കാണാം Into64 ഇൻസ്റ്റാളർ എന്ന്. എൻ്റെത് 64 ബിറ്റ് ആണ്, ചിലത് 32 ബിറ്റ് ആയിരിക്കും. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 64 ബിറ്റിൻ്റെ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലൈനിലുള്ള Into64 ഇൻസ്റ്റാളർ എന്നുള്ള അതിന് തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് സേവ് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി അത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഡൗൺലോഡ്സിൽ പോവുക. അതിനുശേഷം നിങ്ങൾ ഓൾറെഡി ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള JDK 21 വിൻഡോസ് Into64 bin.txt എന്നുള്ള ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൺ ആസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഒരു ഓപ്ഷൻ വരും. അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് വെൽക്കം ടു ഇൻസ്റ്റാളേഷൻ വൈസാർഡ് ഫോർ ജാവ SE ഡെവലപ്മെന്റ് കിറ്റ് എന്ന് കാണാം. ഇതിൽ സാധാരണ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ നെക്സ്റ്റ് അടിച്ച് നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാനിവിടെ ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് IDE ആണ്. IDE പലതരത്തിലുള്ള IDE ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ IDE ബേസിക്കലി യൂസ് ചെയ്യുന്നത് നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. സാധാരണ നോട്ട് പാഡിലും നമുക്ക് കോഡ് ടൈപ്പ് ചെയ്യാം, പക്ഷെ നമുക്ക് എറേഴ്സ് ഒന്നും അതിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ IDEs ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IDEs ഉണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ട്, അതുപോലെ തന്നെ NetBeans ഉണ്ട്, അതുപോലെ തന്നെ IntelliJ, അതുപോലെ തന്നെ Eclipse IDE. അപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത് Eclipse ആണ്. Eclipse IDE for C or C++ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ദിസ് റിലീസ് വാസ് പബ്ലിഷ്ഡ് ഓൺ 2/28/2014 എന്ന് കാണാം. എ ന്യൂ റിലീസ് ഈസ് അവൈലബിൾ ഹിയർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ Eclipse IDE for Java developers, Eclipse IDE for Enterprise Java and Web developers, അതുപോലെ തന്നെ Eclipse IDE for C or C++ developers. നമുക്ക് വേണ്ടത് Eclipse IDE for C or C++ developers ആണ്. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം Windows Into 86_64 എന്ന്. അപ്പോൾ ചിലർക്ക് മാക് OS ആയിരിക്കും, ചിലർക്ക് ലിനക്സ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞത് വിൻഡോസ് ആണ്. അപ്പോൾ ഞാൻ അത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാനിത് എക്സ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ അതിനായി നിങ്ങൾ നിങ്ങളുടെ ഡൗൺലോഡ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച എക്ലിപ്സിൻ്റെ ഫയൽ വിൻറാറോ അതോ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡിഫാൾട്ട് ആയിട്ടുള്ള എക്സ്ട്രാക്റ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ എക്സ്ട്രാക്ട് ചെയ്താണ്. ഞാനത് ഒരു ഭംഗിക്ക് വേണ്ടി ലോക്കൽ ഡിസ്ക് Cയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതവിടെ എക്ലിപ്സ് എന്ന് കാണാം. അപ്പോൾ ഇവിടെ ആ എക്ലിപ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ eclipse.txt എന്നുള്ള ഫയൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡെസ്ക്ടോപ്പിൽ പേസ്റ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്
നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത് കമ്പൈലറാണ്. കമ്പൈലർ എന്താന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കോഡ് മെഷീൻ വായിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്പൈലറിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീണ്ടും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ MinGW64 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന സോഴ്സ് കോഡിന്റെ സൈറ്റിൽ കയറുക. അതിനുശേഷം നിങ്ങൾ സമ്മറിന്റെ അടുത്തായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫയൽസ് എന്നുള്ള ഓപ്ഷന്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴോട്ട് വരിക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം MinGW64 ഓൺലൈൻ ഇൻസ്റ്റാളർ എന്ന് കാണാം. അതിന്റെ താഴെ MinGW64 install.exe എന്നൊരു ബ്ലൂ കളറിൽ ഒരു ടെക്സ്റ്റ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താൽ ഒരു 5 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ഡൗൺലോഡ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അപ്പൊ ഞാനത് സ്കിപ്പ് ചെയ്യാണ്. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണത്തെ പോലെ സാധാ സോഫ്റ്റ്വെയർ നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പോലെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു രീതിയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ ഡൗൺലോഡ്സിൽ പോവുക, MinGW install.exe എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു പെർമിഷൻ അവിടെ കാണിക്കുക, അത് യെസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സാധാരണത്തെ പോലെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെർഷൻ എന്ന് കഴിഞ്ഞിട്ട് ആർക്കിടെക്ചർ എന്ന് കാണാം, അവിടെ i686 എന്ന് കാണാം. അത് എന്ന് പറയുന്നത് 32 ബിറ്റ് ഉള്ള ആളുകൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾക്ക് ഇവിടെ 64 ബിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 64 ബിറ്റ് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് സാധാരണത്തെ പോലെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതും സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർക്കിടെക്ചർ i686 പകരം 64 ബിറ്റുള്ള ആളുകൾ 64 ബിറ്റ് ആക്കുക, 32 ബിറ്റുള്ള ആളുകൾ 32 ബിറ്റ് ആക്കുക. ഞാൻ ഇതിവിടെ ക്യാൻസൽ ചെയ്യാണ്. ഇതും സാധാ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നെക്സ്റ്റ് ഫിനിഷ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത പാത്തിക്ക് പോവുക. അതായത് ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത പാത്ത് ഉണ്ടാകുക ലോക്കൽ ഡിസ്ക് സിയിൽ പ്രോഗ്രാം ഫയൽസിൽ എന്താ പറയുക MinGW64ലാണ് അത് ഉണ്ടാകുക. അതിൽ ബിൻ ഫയലിൽ പോവുക. അപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു പാത്ത് ഫോം ആയിട്ടുള്ളത് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം കോപ്പി അഡ്രസ് എന്ന്, കോപ്പി അഡ്രസ് ആസ് ടെക്സ്റ്റ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് വേണമെങ്കിൽ ഒന്ന് മിനിമൈസ് ചെയ്യുക. എന്നിട്ട് താഴെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ പോകുന്നത് എൻവിറോൺമെന്റ് വേരിയബിൾസിലേക്കാണ്. അപ്പോൾ എൻവിറോൺമെന്റ് വേരിയബിൾസ് ഫോർ യുവർ അക്കൗണ്ട് എന്നുള്ളത് കാണാം. എൻവിറോൺമെന്റ് എഡിറ്റ് ദ സിസ്റ്റം എൻവിറോൺമെന്റ് വേരിയബിൾസിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ എൻവിറോൺമെന്റ് വേരിയബിൾസ് എന്ന് കാണാൻ താഴെ, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മൂന്നാമത്തെ ലൈനിൽ പാത്ത് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ പുതിയൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ പാത്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക. അതിനായിട്ട് ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് Ctrl V അടിച്ച് അത് പേസ്റ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം ഞാനത് സ്കിപ്പ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ അടിച്ച് അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്യുക. നേരത്തെ ഡെസ്ക്ടോപ്പ് കോപ്പി ചെയ്തിട്ട് എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്നുള്ള ഒരു ഫോൾഡർ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ബ്രൗസിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പിൽ വീണ്ടും ഒരു പ്രോഗ്രാമിംഗ് ഇൻ സി എന്നുള്ള ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫോൾഡർ അതിൽ പ്രോഗ്രാമിംഗ് ഇൻ സി ഓക്കെ. എന്നിട്ട് ഞാൻ ഈ ഫോൾഡർ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ലോഞ്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണിക്കുക. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാക്സിമൈസ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ വെൽക്കം എന്നുള്ള ഈ ടാബ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറൊരു വിൻഡോ വന്ന് കാണാം. നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഞാൻ പഠിപ്പിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ
നമ്മൾ ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനായി ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ന്യൂ എന്നുള്ളതിൽ മൗസ് ഹോൾഡ് ചെയ്തതിനു ശേഷം അത് നേരെ റൈറ്റിലേക്ക് കൊടുത്തിട്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, സി ഓർ സി പ്ലസ് പ്ലസ് പ്രൊജക്ട് എന്നുള്ളത്. എന്നിട്ട് സി മാനേജർ ബിൽഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ കുറച്ച് സ്പീഡാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പൗസ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾ ഇത് കാണുക. എന്നിട്ട് സി മാനേജർ ബിൽഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ സ്പീഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വീഡിയോ കുറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊജക്റ്റിന് നെയിം കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മളെ ഫസ്റ്റ് പ്രോഗ്രാമാണ്, അപ്പോൾ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് കൊടുക്കുകയാണ്. ഫസ്റ്റ് പ്രോഗ്രാം എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ പ്രൊജക്ട് ടൈപ്പിൽ ഹലോ വേൾഡ് ആൻഡ് സി പ്രൊജക്ട് എന്നുള്ളതാണ്, അത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ടൂൾ ചെയിനിൽ MinGW നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ടൂളിലേക്ക് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഫിനിഷ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായിട്ടുണ്ട്, നമ്മളുടെ പ്രൊജക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് കോഡ് വരും. ഇവിടെയാണ് എന്ത് ചെയ്യുക, നമ്മളുടെ കോഡ് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ താഴെ പ്രോബ്ലംസ്, ടാസ്ക്, കൺസോൾ, പ്രോപ്പർട്ടീസ് എന്നാണ്. ഇവിടെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ കൺസോൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കാണിക്കുന്നത് എന്താണ്, ഈ കൺസോളിലാണ് കാണിക്കുന്നത്. അതിനാണ് എന്ത് പറയാ, കൺസോൾ എന്ന് പറയാ. ഇവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ കോഡ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ഒന്ന് റിമൂവ് ചെയ്യാണ്. ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യം വേണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ വേണ്ടത് എന്താ വെച്ചാൽ സ്റ്റാർട്ടിങ് ആഷ് ഇൻക്ലൂഡ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എൻ്റെ അകത്ത് stdio.h എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ആഷ് ഇൻക്ലൂഡ് stdio.h ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ പ്രോഗ്രാമിന്റെ ഹെഡ് എന്ന് പറയും. അതിനുശേഷം നിങ്ങൾ 2 ലൈൻ താഴോട്ട് വരും. നമ്മൾ പ്രോഗ്രാമിംഗ് ഒന്ന് വൃത്തിക്ക് ഒന്ന് അടക്കും ചിട്ടയോടൊക്കെ ഒന്ന് വൃത്തിക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ 2 ലൈൻ താഴോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ സ്റ്റാർട്ടിങ് ഇൻഡ് മെയിൻ, നമ്മളൊരു ഫംഗ്ഷനകത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കോഡ് ചെയ്യുന്നത്, പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ആ ഫംഗ്ഷനാണ് ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, കോഡ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡ് മെയിൻ ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ പ്രിന്റ്എഫ് ആണ്. ഈ പ്രിന്റ്എഫിനകത്ത് എന്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നോ അതാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ താഴെ കൺസോൾ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് കാണിക്കുക. അപ്പൊ ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യാണ്. നിങ്ങൾ IT ഫീൽഡിലുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ +2 കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഹലോ വേൾഡും പ്രിന്റ് ചെയ്യാം, നമ്മൾ പേര് വെച്ചിട്ടും പ്രിന്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ പേര് വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. ഹലോ സഫാൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ റിട്ടേൺ 0 എന്നും കൂടി ടൈപ്പ് ചെയ്യുക. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാം സക്സസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിട്ടേൺ 0 എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ നേരത്തെ ഇവിടെ ഈ ഫയലിന്റെ വിൻഡോയിൽ പോവുക, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വന്നാൽ ബിൽഡ് പ്രൊജക്ട് എന്നുള്ള ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ബിൽഡ് ഫിനിഷ്ഡ് 0 എറേഴ്സ് 0 വാർണിംഗ്സ് എന്ന് കാണാം. അതിനുശേഷം നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യണം. അതിന് വീണ്ടും റൈറ്റ് ക്ലിക്ക് എന്നിട്ട് റണ്ണാസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ വന്നാൽ ലോക്കൽ C എന്നുള്ള ഓപ്ഷൻ കാണാം. സെലക്ട് റിസോഴ്സസ് ടു സേവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഇതിൽ വേണമെങ്കിൽ ഇവിടെ ഓൾവേസ് സേവ് റിസോഴ്സസ് ബിഫോർ ലോഞ്ചിങ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പൊ എന്തായി,